ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലെബനനിലേക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ അതിമാരകമായ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 20ലധികം സ്ട്രൈക്കുകളാണ്, എയർ സ്ട്രൈക്കുകളാണ് ലെബനോന്റെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന നടത്തിയത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കടത്തുകാരനെ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹുസൈൻ അലി നാസർ എന്നു പേരായ ഏറ്റവും പ്രമുഖനായ ഹിസ്ബുള്ള നേതാവിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. ഇറാനുമായുള്ള ആയുധ ഇടപാടിലെ മുഖ്യ ഇടനിലക്കാരനാണ് നാസർ. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കടത്തുന്ന പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ഹുസൈൻ നാസർ. ഈ ഹുസൈൻ നാസറിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ ഇതിനു മുൻപ് നടത്തിയെങ്കിലും തലനാരിഴയ്ക്ക് പലപ്പോഴും ഹുസൈൻ നാസർ രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ലെബനനിലെ വിദൂര ഗ്രാമത്തിലേക്ക് ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിലാണ് ഹുസൈൻ നാസർ കൊല്ലപ്പെട്ടത് എന്ന് IDF തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ സേന തലയ്ക്ക് നിരവധി വർഷങ്ങളായി വിലയിട്ട വ്യക്തി കൂടിയാണ് ഹുസൈൻ നാസർ. സിറിയ ലെബനൻ അതിർത്തി വഴി ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ വർഷങ്ങളായി എത്തിക്കുന്നത് ഹുസൈൻ നാസർ ആയിരുന്നു. ഇറാനുമായി അടുത്ത ബന്ധമുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ള ഒരു ഹിസ്ബുള്ള ഭീകര നേതാവായിരുന്നു ഹുസൈൻ നാസർ. ഹുസൈൻ നാസറാണ് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ എത്തിച്ചിരുന്നത്. ഈ ആയുധങ്ങൾ ഇറാനിൽ നിന്ന് സിറിയയിലേക്ക് എത്തിക്കും. സിറിയയിലെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ച ശേഷം ആവശ്യത്തിന് ആയുധങ്ങൾ സിറിയ ലെബനൻ അതിർത്തി വഴി പലപ്പോഴായി ഹിസ്ബുള്ളയ്ക്ക് ലെബനനിലേക്ക് എത്തിക്കും. ഇതായിരുന്നു ഈ ആയുധ വിതരണത്തിൻ്റെ ആ ഒരു ശൃംഖല. ഈ ആയുധ വിതരണ ശൃംഖല തകർക്കുക എന്തായിരുന്നു കാലങ്ങളായുള്ള ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടിയാണ് സിറിയ ലെബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേലി സേന അതിഭീകരമായ ആക്രമണം മാസങ്ങൾക്ക് മുൻപ് നടത്തിയത്. ആ മേഖലയിലൂടെയുള്ള ആയുധ കച്ചവടം, ആയുധ കടത്ത് സമ്പൂർണ്ണമായി നിലയ്ക്കാൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലൂടെ സാധിച്ചു. അതിർത്തി പോലും പൂർണ്ണമായും അടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് ആക്രമണത്തിൻ്റെ ബാക്കി പത്രം. ഇതുകൂടാതെ സിറിയയ്ക്കുള്ളിൽ നിരന്തരമായി ഇസ്രായേലി സേന ആക്രമണം നടത്തി. സിറിയയ്ക്കുള്ളിലുള്ള ആയുധപ്പുരകൾ, സിറിയയ്ക്കുള്ളിലുള്ള ഇറാൻ്റെയും സിറിയയ്ക്കുള്ളിലുള്ള ഹിസ്ബുള്ളയുടെയും ആയുധ സംഭരണശാലകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ താറുമാറായി തകർന്നടിഞ്ഞു. ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അസദ് ഭരണകൂടം നിലംപതിച്ച ശേഷം അവിടെയുള്ള ആയുധങ്ങളൊന്നും തന്നെ തങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കോ ഹൂതികൾക്കോ ഹമാസിനോ ഇറാനോ ലഭിക്കരുത്. വൻതോതിലുള്ള ആയുധമാണ് സിറിയയിൽ സൂക്ഷിച്ചിരുന്നത്. ആ ആയുധങ്ങളൊക്കെ തന്നെ ഇറാൻ നിർമ്മിച്ചതായിരുന്നു, അല്ലെങ്കിൽ ഇറാനുമായി വേണ്ടപ്പെട്ട, ഇറാനുമായി അടുത്ത ബന്ധമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വേണ്ടി നിർമ്മിച്ചവയായിരുന്നു. അവ സൂക്ഷിച്ചിരുന്ന ഇടമായിരുന്നു സിറിയ. സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം എല്ലാ കാലത്തും ഇസ്ലാമിക ഭീകരവാദത്തിനെ പരിപൂർണമായി പിന്തുണച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. ഇസ്ലാമിക ഭീകരന്മാർക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുക, ഇസ്ലാമിക ഭീകരന്മാർക്ക് വേണ്ടി മയക്കുമരുന്നുകൾ നിർമ്മിക്കുക, അങ്ങനെ നിർമ്മിക്കുകയും അവ വിതരണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വൻതോതിലുള്ള പണമാണ് ബാഷർ അൽ അസദ് ഭരണകൂടം സ്വീകരിച്ചത്. എന്നാൽ ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി ഒരു വിമത നീക്കമുണ്ടാവുകയും HTS എന്ന വിമത സേന ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്തു. ഒടുവിൽ ബാഷർ അൽ അസദിനെ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതും ഇസ്രായേലിൻ്റെ മൊസാദ് തന്നെയായിരുന്നു. അതിന് പിന്നാലെയാണ് എവിടെയൊക്കെ ആരുടെയൊക്കെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ബാഷർ അൽ അസദ് ഇസ്രായേലിന് കൈമാറുന്നത്. അതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ എയർഫോഴ്സിൻ്റെ അതിരൂക്ഷമായ ആക്രമണം ആ മേഖലകളിലേക്ക് ഉണ്ടാകുന്നു. എല്ലാ ആയുധ സംഭരണ കേന്ദ്രങ്ങളെയും ഇസ്രായേൽ ആക്രമിച്ച് നശിപ്പിക്കുന്നു. പർവ്വതങ്ങളുടെ ഉള്ളിൽ പോലും തുരങ്കങ്ങളും ടണലുകളും ഉണ്ടാക്കി ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇറാനും മറ്റു പ്രോക്സികളും. ഈ പർവ്വതങ്ങളെപ്പോലും തകർക്കുന്ന രീതിയിലുള്ള ബോംബിങ്ങാണ് ഇസ്രായേൽ നടത്തിയത്. അതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇനി ഭാവിയിൽ ഒരിക്കലും ഈ ആയുധങ്ങൾ തങ്ങൾക്ക് ഒരു ഭീഷണിയായി വരരുത്. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ആയുധ കള്ളക്കടത്തുകാരനെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു. ഇറാനുമായുള്ള ആയുധ ഇടപാടിലെ മുഖ്യ ഇടനിലക്കാരനാണ് നാസർ. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കടത്തുന്ന പ്രധാനപ്പെട്ട ഇടനിലക്കാരനായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ഹുസൈൻ നാസർ. ഈ ഹുസൈൻ നാസറിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നിരവധി ആക്രമണങ്ങൾ ഇതിനു മുൻപ് നടത്തിയെങ്കിലും തലനാരിഴയ്ക്ക് പലപ്പോഴും ഹുസൈൻ നാസർ രക്ഷപ്പെട്ടിരുന്നു.
എന്നാൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ലെബനനിലെ വിദൂര ഗ്രാമത്തിലേക്ക് ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിലാണ് ഹുസൈൻ നാസർ കൊല്ലപ്പെട്ടത് എന്ന് IDF തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലെബനനിലുടനീളം അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട്. അതേസമയം തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള അതിക്രമങ്ങളുടെ മുന്നോടിയായി എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ തങ്ങൾ അപ്പോൾ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ തന്നെ വെടിനിർത്തൽ കരാർ ലംഘനമല്ല എന്നാണ് ഇസ്രായേൽ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്.